നീഹാരക്കുട്ടി എന്താ സാർ? എന്താണ് ഈ തട്ടമൊക്കെ ഇട്ട് വന്നിരിക്കുന്നത്? എന്താ വിശേഷം? പ്രത്യേകിച്ച് എന്താണ്? ഇവിടെ മൈലാഞ്ചി കല്യാണം നടക്കാൻ പോവാണ്. ആഹാ, അതാണ് ഈ വേഷം. ഏത് പാട്ടാ? മനസ്സുമയക്കിയ ആളെ ആഹാ. എന്താ വരാത്ത ശബ്ദം വരാത്ത? എന്റെ ഉള്ളിലെ സന്തോഷമായിരുന്നു. ഞാൻ വെറുതെ പിടിച്ചിരുന്നാ മതിയായിരുന്നു. ഞാൻ സാധനം തെറിച്ചു പോയി. എന്റെ മുഖത്തൊക്കെ അതെ. തുപ്പല് വന്ന് തെറിച്ച് ഇവിടെ മുഖം മുഴുവൻ. ടിഷ്യൂ വേണോ? ടിഷ്യൂ വേണോ? ടിഷ്യൂ പേപ്പർ വേണോ? അത് പോയി പോലല്ലേ, ചെളിയൊന്നും അല്ലല്ലോ ഇത്രമാത്രം തുടയ്ക്കാൻ. ചെളിയായിരുന്നേ പിന്നെയും ഭേദമായിരുന്നു. കണ്ട കണ്ട ഇനി എന്നെ ഇട്ട് ആക്രമിക്കും. മനസ്സിലായോ? മനസ്സിലായി. ക്യാരി ഓൺ. ഓക്കെ മോളെ പറ. ഫാമിലി നേരൊക്കെ വന്നിട്ടുണ്ട്. ഫാമിലിന്ന് അച്ഛൻ വന്നിട്ടുണ്ട്, അമ്മയുണ്ട്, പിന്നെ എന്റെ ചേച്ചിയുണ്ട്, പിന്നെ തോപ്പിൽ ബാസി സാറിന്റെ കൊച്ചുമോള് മാളവിക ചേച്ചി, പിന്നെ മനോജ് അമ്മൻ. അപ്പൊ എല്ലാരും വിളിക്കും. അതെ, അവരുമായിട്ട് എങ്ങനെ ബന്ധം? അത് ഞങ്ങളുടെ വീടിന്റെ തൊട്ടടുത്താ. ഡീറ്റെയിൽസ്? മ്യൂസിക് MG സാറ്, പിന്നെ ലിറിക്സ് സന്തോഷ് ശർമ്മ സാർ, പിന്നെ പാടിയത് സുദീപ് കുമാർ സാറും നമ്മുടെ റിമി ചേച്ചി. പിന്നെ സിനിമ അറബി ഒട്ടകവും P മാധവൻ നായരും, വർഷം 2011. എന്താ ചിരിച്ചേ? എനിക്ക് ചിരിച്ചൂടെ? ഇല്ല, അങ്ങനെ ചുമ്മാ. അല്ല, അതെന്താ മീനൂട്ടി എങ്ങനെ ചോദിക്കുന്നത്? ഞാനേ 4-5 വർഷമായിട്ട് വിട്ടിരിക്കുന്ന ഒരാളെ ഞാൻ ഒന്ന് ചിരിച്ചെന്താ പെർമിയുടെ കൂടെ കൂടിയിട്ട് വലിയ ആളായ ഒരു സിനിമ അങ്ങോട്ട് ഇറങ്ങിയോണ്ട് അങ്ങ് വലിയ കപ്പുള്ളയാന്നുള്ളത്. അത് ശരിയല്ല മീനൂട്ടി, അത് ശരിയായില്ല. കാരണം ഒരാളൊന്ന് ചിരിച്ചോണ്ട് എന്താ ചിരിക്കുന്നെന്ന് അല്ലാതെ എല്ലാരും ചിന്തിക്കില്ലേ ഈ അറബി ഒട്ടകം P മാധവൻ. അല്ല, എനിക്ക് തോന്നി ചിരിക്കാൻ. മീനൂട്ടി എന്തിനാ എന്റെ അടുത്ത് ചോദിക്കുന്നത്? ചേച്ചിനെ ആക്രമിക്കാൻ പറ്റാത്തോണ്ടല്ലേ? അല്ലല്ലേ, എന്തിനാ എന്റെ അടുത്ത് ചോദിക്കുന്നത്? ചിരിച്ചതിന് എന്താ കുഴപ്പം? എന്താ കുഴപ്പം? നിങ്ങൾ ടീം തിരിഞ്ഞ് ഉണ്ടാക്കുന്നേ? മീനൂട്ടിക്ക് എന്താ കുഴപ്പം? അല്ല, ഒരു സെക്കൻഡ്. അതെന്ത് വട്ടാന്ന് ഓർക്കത്തില്ലേ നമുക്ക്? അപ്പൊ വട്ട എന്നെ വട്ടെന്ന് വിളിക്കുന്നു. ഞാൻ വിളിച്ചോ വട്ടെന്ന്? ഇപ്പൊ പറഞ്ഞെന്താ? അങ്ങനെ ഓർക്കാതിരിക്കാനല്ലേ ഞാൻ പറഞ്ഞത്. മീനൂട്ടിയുടെ പ്രായം മനസ്സിലാക്കണം. എന്നെ വട്ടനെന്നും പിന്നെ ചിരിക്കുന്ന എന്തിനാണെന്നൊക്കെ ചോദിക്കാൻ മീനൂട്ടി എന്താ? ഞാൻ ചിരിച്ചാലോ കരഞ്ഞാലോ ഞാനില്ല. മീനൂട്ടി എന്തിനാ വികാരഭരിതയായി പോയത്? അല്ല, മീനൂട്ടി എന്തിനാ എന്റെ അടുത്ത് ചോദിക്കുന്നത്? എന്താ പ്രശ്നം? എന്തിനാ ചിരിക്കുന്ന എന്തിനാ ചോദിക്കുന്നത്? ഇല്ല ഇല്ല, ഇനി ഞാൻ ചിരിച്ചാ ചോദിക്കത്തേ ഇല്ല. എനിക്കൊരു മൂടുമില്ല. ഞാൻ നല്ല ആ പാട്ട് കേട്ട് ഞങ്ങൾ അങ്ങോട്ട് ആസ്വദിക്കാൻ പോയപ്പോഴത്തേക്ക് എന്തിനാ ചിരിക്കുന്നേ? വട്ടാണോ ഞാൻ ചോദിച്ചോ? വട്ടാണെന്ന് ബാക്കിയുള്ളവർ തെറ്റിദ്ധരിക്കാൻ ഞാൻ പറഞ്ഞത്. അതുകൊണ്ട് എന്റെ സ്നേഹം കൊണ്ട് ഞാൻ പറഞ്ഞു അങ്ങനെ ചുമ്മാ ചിരിക്കരുത്. നിങ്ങൾ വേണേ ഇരുന്ന് പാട്ട് കേട്ടോ, ഞാൻ പോവാ. അത് ശരിയല്ല. എന്ത് ചിരിക്കുന്നെന്ന് ചോദിക്കുന്നേ? അല്ല, അങ്ങനെ ഇപ്പൊ മീനോട്ട് ചിരിക്കുമ്പോ എന്താ ചിരിക്കുന്നത് ഞാൻ ചോദിക്കും. അപ്പൊ ഞാൻ കാരണം പറയും. എന്താ പറയും? എന്തിനാ ഞാൻ ചിരിച്ചേന്ന്? ഇതിപ്പോ ചിരി വന്നതിന് കാര്യമുണ്ടോ? അതെന്തിനാ ഈ പടത്തിന്റെ ചിരി വന്നേന്ന്? ഞാൻ സംഗീതം ചെയ്ത ഒരു പാട്ട് വന്ന് ഞാൻ ചിരിച്ചപ്പോഴത്തേക്ക് ഒരുമാതിരി ആക്കിയത്. എന്തോ രസകരമായ സംഭവം ആലോചിച്ച് നമ്മളോടും കൂടെ പറയാൻ വേണ്ടി ചോദിച്ചേ. പോട്ടെ, ഇപ്പൊ കൊച്ചിപ്പോ വെയിറ്റ് ചെയ്യും. വേറെ എന്തോ ന്യൂസ് ഞാൻ കേട്ടു. എന്താ ന്യൂസ് കേട്ടേന്ന് പറ. ന്യൂസ് കേട്ടത് നിഹാരക്കുട്ടിയുടെയാ. ഇത് നിങ്ങളുള്ള പ്രശ്നം തീർക്കാദ്യം. എനിക്കൊരു പ്രശ്നമില്ല. എനിക്ക് പ്രശ്നമുണ്ട്. അതിനിപ്പോ എന്നെ ചെയ്യണം? നമ്മൾ മുട്ട മേടിച്ചേരാ. അല്ല, ഒരു കാര്യം ചെയ്യും. എത്തോഴും ഞാൻ തെറ്റ് ചെയ്തില്ലല്ലോ. ചെയ്തോ? കാരണം ഞാൻ ചിരിച്ചപ്പോഴത്തെ എന്തിനാന്ന് ചോദിച്ചു. പിന്നെ എനിക്ക് വട്ടാണെന്ന് വട്ടാണെന്ന് ഞാൻ പറഞ്ഞില്ല. ഞാൻ വട്ടാന്ന് പറഞ്ഞില്ല. സത്യത്തിൽ എന്താണ് മീനൂട്ടി ഇങ്ങനെ ചോദിക്കാൻ കാരണം? ചുമ്മാ ചിരിച്ചിട്ട് അത് ഞാൻ എനിക്ക് ചിരി വന്നോണ്ട് സോറി ചോദിക്കണം. ഞാൻ മനസ്സിലാക്കിയെടുത്തോളം തെറ്റ് ചെയ്തത് ഇപ്പൊ മീനൂട്ടിയാണ്. മധുകൾ എന്ത് പറഞ്ഞാലും ഈയിടെയായിട്ട് MG ന്യായത്തിന്റെ കൂടാണ്. അത് ശരിയല്ല. ന്യായം ഇല്ല. കാരണം ഒരാള് ചിരിക്കുമ്പോഴത്തേക്ക് എന്തിനാന്ന് ചോദിക്കരുത്. ചോദിക്കാൻ പാടും. പിന്നെ ഞാൻ നിങ്ങളും കൂടെ ചിരിക്കണോ? ആ പാട്ട് കേട്ടോ, ചിരിക്കുമ്പോൾ കൂടെ ചിരിക്കണല്ലേ? ഒരു കാര്യം ചെയ്യ്, സോറി ചോദിച്ചു കഴിഞ്ഞാൽ സോറി ഇങ്ങനെ വെക്കണോ? 4 1 2 ഞാൻ ചെയ്യാത്ത തെറ്റോട്ടോ. 4 എണ്ണേ പറഞ്ഞോളൂ. പല്ലൊക്കെ കടിക്കണ 4 എന്ന് പറഞ്ഞ 4. ഞാൻ അങ്ങോട്ട് വരട്ടെ കേട്ടാ. ഇല്ല, വേറൊന്നുമല്ല, ഇന്നത്തെ ദിവസം ആലോചിച്ചാണ്. ഇന്നത്തെ ദിവസത്തിന് എന്താ കുഴപ്പം?
ഞാൻ ഫുള്ളായിട്ടില്ല. MG ഞങ്ങൾ ഒരിക്കലും അങ്ങനെ റിയാക്ട് ചെയ്യൂലെന്ന് എനിക്കറിയാം. അതുകൊണ്ട് ഞാൻ പറഞ്ഞത് എന്നോട് എന്തെങ്കിലും പറഞ്ഞെങ്കിൽ ഞാൻ ഇതിൽ വീഴൂല. ഞാൻ ഫുള്ളായിട്ടില്ലേ, ഈ ഫുള്ള് ഞാൻ സമ്മതിച്ചു തരത്തില്ല. അല്ല, അതിനിടയ്ക്ക് വേറൊരു ന്യൂസ് കേട്ടി ഞാൻ. അതെന്താ? ഒരാള് ചോറ്റാനിക്കരെ വഴക്കുണ്ടാക്കിയെന്നോ ഓട്ടോക്കാരന്റെ അടുത്ത് എന്തോ വഴക്കുണ്ടാക്കിയെന്നൊക്കെ ഒരു ന്യൂസ് അടുത്താള് ഫുള്ളാക്കാം. അതാരാ? പാട്ട് കഴിഞ്ഞിട്ട് പറയാം. ആണോ? ഇനി മുൾമുനെ നിർത്തില്ലേ അവളെ? ഞാനൊന്നും ചെയ്തിട്ടില്ല. ഞാൻ നിഹാർകുട്ടിയോട് പറഞ്ഞു.